നമസ്കാരം. ക്രിക്കറ്റിന്റെ മായാലോകത്തേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അപ്പോൾ ഇന്ത്യ അവസാനത്തെ ഗ്രൂപ്പ് മാച്ചിലും ജയിച്ചു, അതായത് അജയ്യരായി സൂപ്പർ എയ്റ്റിലേക്ക് പോവുകയാണ്. ഓക്കെ, 17 റൺസിന് ഈ പറയുന്ന നെതർലാൻഡിനെ തോപ്പിച്ചു. 17 റൺസിന് തോറ്റത് 17 റൺസിനാണ്. അത് നമുക്കൊരു വറി ആവാനുള്ള കാരണമാണോ? വറി ചെയ്യേണ്ട കാരണം അതിൽ ഉണ്ടോ? അതിനെക്കുറിച്ച് സംസാരിക്കാം. അതിനു മുമ്പേ നമുക്ക് വറി ആവാനുള്ള ഒരു കാരണമുണ്ട്. മറ്റൊരു വിഷയമുണ്ട്, അത് അഭിഷേക് ശർമ്മയാണ്. അഭിഷേക് ശർമ്മയുടെ അവസാനത്തെ പിന്നീട് 7 മാച്ചുകൾ എടുത്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതിന് 5 എണ്ണത്തിൽ അവൻ ഡക്കാണ്. മനസ്സിലായോ? 5 എണ്ണത്തിൽ ഡക്കാണ്. ഈ പറയുന്ന T20 വേൾഡ് കപ്പിൽ 3 കളി കളിച്ചു, 3ലും ഡക്കാണ്. ഒരു റൺസ് പോലും അടിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് സത്യത്തിൽ തലവേദന സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ് എന്നുള്ളതാണ്. അതായത് അവസാനത്തെ 2, 4, 6, 7 കളി, അവസാനത്തെ ലാസ്റ്റ് 7 കളി ലാസ്റ്റ് ഒരു ഡക്കായിരുന്നു. അതിന്റെ ഇടയിൽ പിന്നെ ന്യൂസിലൻഡുമായിട്ട് ഒരു 68, വീണ്ടും ന്യൂസിലൻഡുമായിട്ട് ഡക്ക്, പിന്നെ ഒരു 16 ബോളിൽ 30, പിന്നെ ഇപ്പൊ തുടരെ 3 ഡക്ക്. 3 ഡക്കുകൾ. അഭിഷേക് ശർമ്മ T20 നമ്പർ 1 ബാറ്റ്സ്മാൻ. ആലോചിക്കുക, അതൊരു വറി ചെയ്യാനുള്ള ഒരു സംഭവം തന്നെയാണ്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ സ്ട്രോങ്ലി വിശ്വസിക്കുന്നത് മറ്റൊന്നുമല്ല, അഭിഷേക് ശർമ്മയുടെ ബാറ്റിംഗ് വരാനിരിക്കുന്നത് സൂപ്പർ എയ്റ്റിലാണ്. സൂപ്പർ എയ്റ്റിലാവുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, 1.5 അടിയായിരിക്കണം. കാരണം ഈ പറയുന്ന ചവറുകളെല്ലാം പോകും. പിന്നെ വരാൻ പോകുന്ന ആദ്യത്തെ കളി നമുക്ക് സൗത്ത് ആഫ്രിക്കയോടെയാണ്. അന്നോട്ടാണ് അഭിഷേക് ശർമ്മയുടെ താണ്ഡവം തുടങ്ങാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ മറ്റൊരു കേസ്, ഈ 7 കളികളിൽ 5 ഡക്കാണ്. വെറും 2 കളി മാത്രമേ അവൻ കളിച്ചിട്ടുള്ളൂ എന്നോളം. അതിൽ 1 മാത്രം 68, മറ്റൊന്ന് 30 റൺസ്. മനസ്സിലായോ? ബാക്കി 5 കളികൾ ഒരു റണ്ണ് പോലും എടുക്കാതെ ഡക്കാവുകയാണ്. ഈ പറയുന്ന T20 വേൾഡ് കപ്പിൽ എന്ത് ചെയ്യുന്നു? തുടർച്ചയായ ഡക്കുകളാണ്. 3 തുടർച്ചയായ ഡക്കുകളാണ്. അതും നമ്പർ 1 T20 ബാറ്റ്സ്മാൻ ആണ്. ഈ സ്ഥാനത്ത് സഞ്ജു സാംസൺ ആയിരുന്നെങ്കിലോ? സഞ്ജു സാംസണാണ് എല്ലാം കൂടി കൊന്നു കൊല വിളിച്ചേനെ. മനസ്സിലായോ? പക്ഷെ ആരും അതിമോഹമൊന്നും വേണ്ട. അടുത്ത കളിയല്ല, അടുത്ത 2 കളി കൂടി അവൻ ഡക്കായാലും അവനെ തന്നെ ഇറങ്ങും. അതാണ് ഇന്ത്യയുടെ ആ ഒരു സ്ട്രെങ്ത്. പക്ഷെ ഇന്ത്യയുടെ ആ ഒരു ബാക്കപ്പ് കൊടുക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് അവൻ വരുമെന്നുള്ളതാണ്. ഇനി നെതർലാൻഡ് എന്ന് പറയുന്ന കുഞ്ഞൻ ടീമിനോട് ഇന്ത്യ ജയിച്ചത് വെറും 17 റൺസിന്. അത് നമുക്ക് ഒരു തലവേദന സൃഷ്ടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും സൃഷ്ടിക്കില്ല. കാരണം നമ്മളോട് മനസ്സിലാക്കാനുള്ളത്, ബുംറ, ഈ പറയുന്ന വരുൺ ചക്രവർത്തി, അർഷദീപ് സിംഗ്, ഈ 3 പേർക്കും 3 ഓവർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ ടോപ്പ് ബൗളറായ ഈ 3 പേർക്കും 3 ഓവർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ഒരു എക്സ്പെരിമെന്റ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യകുമാർ യാദവ് നടത്തിയത്. പലരെയും മാറ്റി പരീക്ഷിക്കുകയും പലർക്കും അവസരം കൊടുക്കുകയും വാഷിംഗ്ടൺ സുന്ദറിനെ കൊണ്ടുവന്ന് ബൗളൊക്കെ ചെയ്യിപ്പിച്ചു. മനസ്സിലായി? എനിക്കൊന്ന് സൗത്ത് ആഫ്രിക്കെതിരെയായിട്ട് അവർക്ക് 1-2 ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാരുണ്ട്. അവിടെ വാഷിംഗ്ടൺ സുന്ദറിനെ കൊണ്ടുവരാനുള്ള ഐഡിയ ആയിരിക്കും. പക്ഷെ അത് വേസ്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വാഷിംഗ്ടൺ സുന്ദറിനെ എനിക്ക് വലിയ പിടുത്തമുള്ള ബൗളർ അല്ല. ഇന്ന് യുവമാർ ഓട്ടിച്ചിട്ടടിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ എങ്കിലും എന്ത് ചെയ്തു? അവരുടെ ചാൻസ് എന്തായാലും ഒരു കളി കളിച്ച് എപ്പോഴാണ് ആവശ്യം വരുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇപ്പോഴില്ലെങ്കിലും ചിലപ്പോൾ സെമിയിലൊക്കെ പോകുമ്പോഴേ, ഇനിയിപ്പോ അല്ലെങ്കിൽ ഫൈനലിൽ എന്തോ ആയിക്കോട്ടെ, ഈ പറയുന്ന ശ്രീലങ്കയിൽ പോയി കളിക്കേണ്ട സംഭവം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവനെ ഉപയോഗിക്കാം. അതുകൊണ്ട് ഒരു മാച്ച് കൊടുത്തത് എന്തായാലും നന്നായി. ഇപ്പൊ എന്തായാലും അജയ്യരായി തുടങ്ങുന്നുണ്ട്. ഇന്ത്യയുടെ സൂപ്പർ 8-ൽ എനിക്ക് തോന്നുന്നു ദക്ഷിണാഫ്രിക്ക, സിംബാബ്വെ, നമ്മുടെ വെസ്റ്റ് ഇൻഡീസ്, ഈ 3 പേരാണ് ഈ സൂപ്പർ 8-ൽ ഇന്ത്യയുമായി പിന്നീട് എന്ത് ചെയ്തു ഏറ്റുമുട്ടുന്നത്. അതിൽ ജയിക്കുന്ന 2 പേര് എന്ത് ചെയ്യും? സെമിയിലേക്ക് പോകുമെന്നുള്ളതാണ്. 2 ഗ്രൂപ്പുകളാണ്, 8 വരുന്ന 2 ഗ്രൂപ്പുകളാണ്. ഈ ഗ്രൂപ്പിൽ നിന്ന് 2 പേരും ആ ഗ്രൂപ്പിൽ നിന്ന് 2 പേരും, അങ്ങനെ 4 പേര് സെമിയിലേക്ക് പോകും. ഓക്കെ, ഇനി ഇന്ത്യയുടെ സ്കോർ കാർഡ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇന്ന് ആദ്യമായിട്ട് പിന്നെ ടോസ് കിട്ടി ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. 193 റൺസ് അടിച്ചു. 6 വിക്കറ്റ് നഷ്ടം, 193 റൺസ് അടിച്ചു. അത്രയും റൺസ് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ശിവം ഡൂബയുടെ ആ ഒരു ഇന്നിങ്സ് ഇല്ലായിരുന്നെങ്കിൽ 150 റൺസിനകത്തേക്ക് ഒതുങ്ങിയേനെ എന്നുള്ളത് മറ്റൊരു സത്യം. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇന്ന് ഇഷാൻ കിഷൻ എന്ത് ചെയ്തു? അൺഫോർച്ചുനേറ്റ്, ഭാഗ്യമില്ലാതെ ഔട്ടായിപ്പോയി. ഓക്കെ, ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും പോകുമ്പോൾ അതിനുശേഷം
ഒരു എന്താണ് പറയുന്നത്, ഒരു അങ്ങോട്ടും ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന സ്കോറിലേക്ക് എത്തുന്നില്ല എന്നുള്ളത്. ഇവിടെ 193 കിടിലം സ്കോറൊക്കെ തന്നെയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊന്നും ആയിരുന്നില്ല. നമ്മള് ഇന്ത്യൻ ടീമിനെ എങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത്? 200, 250, 300, ഇത് തന്നെ 300 അലർട്ട് എന്ന് പറഞ്ഞൊക്കെ മര്യാദ കാണിച്ച്, മനസ്സിലായോ? ഈ മുഖ്യവരം 300 അടിക്കും. അപ്പോ അഭിഷേക് ശർമ്മ, ഈ പറയുന്ന ഇഷാൻ കിഷൻ, ഈ രണ്ടുപേരും പോകും. പിന്നെ അങ്ങോട്ട് തിലക് വർമ്മ, പിന്നീട് അതിനുശേഷം സൂര്യകുമാർ യാദവ്, ഇവരൊക്കെ വരുമ്പോൾ ആ ഒരു 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 എന്താ പറയുന്ന ഒരു സ്പീഡായിട്ട് കൊണ്ട് റണ്ണ് ഒഴുകുന്നില്ല എന്നുള്ളതാണ്. മെയിനായിട്ട് ഈ പറയുന്ന നമ്മുടെ ആരാണ്, തിലക് വർമ്മ ബാറ്റ് ചെയ്യാനും ഇന്ന് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ഒരു ആക്സിലേറ്റ് ചെയ്ത് കളിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ വലിയ ടൈമിംഗ് ഒന്നും റെഡി ആകുന്നില്ല എന്നുള്ളതാണ്. അവൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, വിക്കറ്റ് വീഴാതെ അവൻ നിർത്തുന്നുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് ആണ്, മനസ്സിലായോ? 2 വിക്കറ്റുകൾ പോയി എല്ലാ കളിയിലും 25-ന് മേളിൽ റൺസ് അടിച്ചിട്ടുണ്ട്. 3 കളി എനിക്കൊന്ന് 25, ഇന്നത്തെ കളി 30-ഓ 26-ഓ എന്തോ അടിച്ചു അല്ലെ, ഇന്നത്തെ കളി 31 അടിച്ചു. ഓക്കെ, അതൊരു പ്ലസ് പോയിന്റ് ആണ്. ഇനി തിലക് വർമ്മയെ നമുക്ക് ഉപകാരപ്പെടുന്നത് ഇപ്പൊ എന്ന് പറയാമോ, ചേസ് വരുമ്പോൾ. ചേസിൽ തിലക് വർമ്മ നല്ലൊരു അസറ്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതൊരു തലവേദന പിടിച്ചൊരു സംഭവം. അതായത് 6 ഓവർ കഴിഞ്ഞ് പിന്നീട് ഈ ഓപ്പണർമാരാണ് ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും പോയി. പിന്നെ അങ്ങോട്ട് ഒരു 10 ഓവർ വരെ, അല്ലെങ്കിൽ ഒരു 12 ഓവർ വരെ അങ്ങോട്ട് അങ്ങോട്ട് വീഴുന്നില്ല എന്നുള്ളതാണ്. ആ സമയത്ത് റൺ റേറ്റ് വളരെ പരിതാപകരമാണ്. ഒരു 5, 6, 7 നിൽക്കുന്നു. അത് പോരാ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അപ്പോ ടോസ് കിട്ടി, അഭിഷേക് ശർമ്മ വെറും 3 ബോൾ മാത്രം ഫേസ് ചെയ്തുകൊണ്ട് ഡക്ക്. മനസ്സിലായോ? എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇതിലെങ്കിലും ഒരു റൺ എടുക്കുമെന്ന് വിചാരിച്ചു. നടന്നില്ല. അതും സ്പിന്നറിന്റെ മുന്നിൽ വീണ്ടും വീണു എന്നുള്ളതാണ്. ഇഷാൻ കിഷൻ 2 ഫോറുകളും 7 ബോളിൽ നിന്ന് 18 റൺസ് അടിച്ചു. ഒരു 6ഉം 2 ഫോറുകളും. ഇഷാൻ കിഷന്റെ ഔട്ട് നിങ്ങൾ കണ്ടല്ലോ. അത് അൺഫോർച്ചുനേറ്റ് എന്ന് മാത്രമേ പറയൂ. പക്ഷെ ആളിയെ നല്ല ഇപ്പോഴും ടച്ചിൽ തന്നെയാണ്. തിലക് വർമ്മ വരുന്നു, 27 ബോളിൽ നിന്ന് 31 റൺ. തുടക്കം 1-2 ഫോറൊക്കെ അടിച്ചൊക്കെ തുടങ്ങി. പിന്നെയും 27 ബോളിൽ നിന്ന് 31 റൺസ് മാത്രമേ പുള്ളിക്ക് അടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഒരു 6, ഒരു 3 ഫോറും ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതും നോക്കണം, മനസ്സിലായോ? പിന്നെ സൂര്യകുമാർ യാദവ് ഒരു ലൈഫ് കിട്ടിയായിരുന്നു. അവിടെയും 28 ബോളിൽ 34 റൺസ് മാത്രമേ സൂര്യകുമാർ യാദവിനും അടിക്കാൻ പറ്റുള്ളൂ. ഒരു 6ഉം 2 ഫോറുകളും. മനസ്സിലായോ? അവിടെയും സൂര്യകുമാർ യാദവിനും അങ്ങോട്ട് ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചപ്പോൾ അമ്മാരെ കയ്യിലിരുന്നു എന്നുള്ളതാണ്. സ്പിന്നർമാരെ കളിക്കുന്നത് ഇന്ത്യക്ക് ചെറിയ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഫാസ്റ്റ് ബോളേഴ്സ് ഒക്കെ വരുമ്പോൾ ബളവാരം അടിക്കുന്നുണ്ട്. പക്ഷെ സ്പിന്നേഴ്സ് വരുമ്പോൾ ഇന്ത്യ കുറച്ച് പതുങ്ങി പോകുന്നില്ലേ? ഇതിപ്പോ മറ്റുള്ള ടീമുകളെല്ലാരും ഇത് നോക്കി ചെയ്യണ്ട. സ്പിന്നറെ കണ്ടു കഴിഞ്ഞാൽ യൗമാരത്തിരി വിറയ്ക്കുമെന്നുള്ളതാണ്. ഇത് സംഭവിക്കുന്നതാണ്. അഭിഷേക് ശർമ്മ പോകുന്നു. അഭിഷേക് ശർമ്മ ഒരു ഓവർ നിന്ന് കിട്ടുന്ന ഈ സ്പിന്നേഴ്സിന്റെ മൊത്തം താളം തെറ്റിയേനെ. പിന്നെ നമുക്ക് എടുത്തു പറയാനുള്ളത് ശിവം ഡൂബെ. ഇതിനകത്ത് ഈ ഒരു ടൂർണമെന്റ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഒരു പ്ലസ് പോയിന്റ്, എത്രയൊക്കെ വിക്കറ്റുകൾ പോയാലും അവസാനം ആരെങ്കിലും ഒരുത്തൻ അടിക്കുന്നുണ്ട്. ശിവൻ ഡൂബയുടെ ഹയസ്റ്റ് സ്കോർ, T20 ഹയസ്റ്റ് സ്കോറായ 6 സിക്സുകൾ അടിച്ചത്. പട്ടുകൂറ്റ 6കൾ, 6 6ഉം 4 4ഉം. എനിക്കൊരു 2 കളി കൊണ്ട് അവൻ തുടർച്ചയായിട്ട് റൺഔട്ട് ആയിരുന്നു അല്ലേ? ഈ കളി ഒരു ക്യാച്ചും വളരെ കിടിലം ക്യാച്ചായിരുന്നു. ജസ്റ്റ് ഒന്ന് മിക്സ് ആയിരുന്നെങ്കിൽ അത് ഈ പറയും പോലെ 6 പോകാനായിരുന്നു. അപ്പോൾ 6 6കളും 4 4ഉം അടിച്ച് വെറും 31 ബോളിൽ നിന്നാണ് 66 റൺസ് അടിച്ച് ഇന്ത്യയുടെ പിന്നെ ചുക്കാൻ പിടിച്ചത് ഈ പറയുന്ന ശിവൻ ഡൂബയുടെ ബാറ്റിംഗ് ഇല്ലായിരുന്നുവെങ്കിൽ സത്യം പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. ഇതിനകത്ത് ഇന്ത്യ ഒരു 140 റൺസിൽ ആളൗട്ട് ആയെങ്കിൽ കൂടി സുഖമായിട്ട് അവൻ എറിഞ്ഞളിടും എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. എങ്കിൽ ഈ എക്സ്പെരിമെന്റ് ഒന്നും നടക്കില്ല എന്നുള്ളത്. നമ്മുടെ കുൻഫു പാണ്ഡ്യയ്ക്ക് 21 ബോളിൽ 30 റൺസ് അടിച്ചു. പക്ഷേ കുറച്ച് ബോളുകൾ ടൈമിങ്ങിൽ ചെറിയൊരു വിഷയം കുൻഫു പാണ്ഡ്യയ്ക്ക് ഉണ്ടായിരുന്നു. 3 സിക്സുകൾ പിന്നീട് അടിച്ചുവെങ്കിലും 21 ബോളിൽ 142 സ്ട്രൈക്ക് റേറ്റിലൊക്കെ അടിച്ചു. പക്ഷെ നമ്മൾ സ്ഥിരം കാണുന്ന കുൻഫു പാണ്ഡ്യ ആയിരുന്നില്ല. ഒരു ഓവർ വരെ ചുമ്മാ ഇങ്ങനെ എന്താ പറയുന്നത്, ഭയങ്കരമായിട്ട് വീശുന്നതല്ലാതെ ടൈമിംഗ് ഇല്ലാതെ ആയിപ്പോയി എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ നമ്മുടെ ശിവൻ ഡൂബേരെ കത്തിക്കേറയിൽ കൊണ്ട് ഇന്ത്യക്ക് 193 6 വിക്കറ്റ് നഷ്ടത്തിലെടുത്തു. നെതർലാൻഡിന്റെ ബാറ്റിംഗ് തുടങ്ങി നോക്കിക്കഴിഞ്ഞാൽ അവന്മാര് ഓപ്പണിംഗിനൊക്കെ ബുംറയുടെ ബോൾ ഉണ്ടാകും. പ്ലസ് പോയിന്റ് ബുംറ പരിക്കൊക്കെ മാറിയപ്പോൾ റെഡിയാകുന്ന ബുംറയുടെ ബോൾ തൊടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിട്ടുണ്ട്. മനസ്സിലായോ? ഭയങ്കര ഇൻസ്വിംഗ് ഔട്ട് സ്വിംഗ് ആയിക്കോട്ടെ യോർക്കർ ആയിക്കോട്ടെ എല്ലാം ഇപ്പൊ ആക്യുറേറ്റ് ആയിട്ട് വിടുന്നുണ്ട് എന്നുള്ളതാണ്.
അപ്പോ അവന്മാരിൽ എടുത്തു പറയുകയാണെങ്കിൽ അങ്ങനെ ആരും കളിച്ചൊന്നുമില്ല. 10-33 ലാസ്റ്റ് വന്ന് കുറെ എണ്ണം 16 ബോളിൽ 26 ലയൺ ഇതില് കാച്ചറ്റ് എന്ന് പറയുന്ന കുറെ എണ്ണമൊക്കെ എന്ത് ചെയ്തു അടിച്ചു വന്നു. പക്ഷെ അവസാനമൊക്കെ റണ്ണ് വിട്ട് കൊടുത്തു എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന ശിവൻ ഡൂബയ്ക്ക് ക്യാച്ചുകൾ ഒരു പ്രശ്നമാണ്. ഈ പറയുന്ന തിലക് വർമ്മയൊക്കെ എന്ത് തിലക് വർമ്മയൊക്കെ ക്യാച്ച് എടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തോന്നും എന്തോ വെപ്രാളപ്പെട്ട് വന്ന് വീണ് തലയൊക്കെ ഇടിച്ച് എന്തോന്നല്ല എല്ലാ ക്യാച്ച് ഒരു ശിവൻ ഡൂബയുടെ 2 ക്യാച്ചുകളാണ് തുടർച്ചയായിട്ട്. സൂര്യകുമാർ യാദവ് റിങ്കു സിംഗിന്റെ അടുത്ത് സൂര്യകുമാർ യാദവ് പറഞ്ഞേണ് നീ അവിടെ നില്ലെന്ന്, എന്തിനും ചെന്ന് കയറി കൊടുത്തു. വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഒരാവശ്യമില്ലായിരുന്നു. അവൻ സൂപ്പറായിട്ട് എടുക്കുമായിരുന്നു. നിൽക്കാൻ പറഞ്ഞിട്ട് വീണ്ടും ചെന്ന് കയറേണ്ട ആവശ്യം. സത്യം പറഞ്ഞാൽ ആ കേച്ച് ആരുടെ ആയിരുന്നു? ആ കേച്ച് റിങ്കു സിംഗിന്റെ കേച്ചായിരുന്നു. ഓക്കെ, ഇവിടെ സൂര്യകുമാർ യാദവ് കേച്ചെടുക്കാൻ പോയിട്ട് റിങ്കു സിംഗിനെ നോക്കിയിട്ട് നില്ലേ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു പോയപ്പോ ചെന്ന് വീണ്ടും ചെന്ന് അതിന്റെ ഇടയിൽ ചെന്ന് കയറി കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇന്ന് ഈ പറയുന്ന നമ്മുടെ വരുൺ ചക്രവർത്തിയെ ഇന്ന് അല്ലെങ്കിൽ നമുക്കൊരു 1-2 വരുൺ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓവറിൽ ഇപ്പൊ എപ്പോഴും വിക്കറ്റ് എടുക്കും കേട്ടോ. ഫസ്റ്റ് ഓവറിൽ അവൻ വിക്കറ്റ് തള്ളിയിരിക്കും. ഇന്ന് വരുൺ ചക്രവർത്തിയെ കൊണ്ടുവരേണ്ട ഒരു ഗതികേട് വന്നു. അവന്മാർ അടിച്ചു തുടങ്ങിയപ്പോ ശരി ഇനിയിപ്പോ ഈ പറഞ്ഞ മറ്റവന്മാരൊന്നും ബോൾ കൊടുത്തിട്ട് കാര്യമില്ല. വരുൺ ചക്രവർത്തി തന്നെ കൊണ്ടുവന്നവരുണ്ട്. 2 വിക്കറ്റ് ടപടപേനിട്ട് ഹാർഡ് ട്രാക്കിൽ നിൽക്കുകയായിരുന്നു. അപ്പൊ ഇതുവരെയായിട്ടും ഈ ടൂർണമെന്റിൽ വരുൺ ചക്രവർത്തി 4 ഓവർ എറിഞ്ഞിട്ടില്ല എന്നാണ് എന്റെ ഓർമ്മ. 4 ഓവർ തികച്ചവൻ എറിഞ്ഞിട്ടില്ല. എനിക്കൊന്ന് വിക്കറ്റ് വേട്ടയിൽ 2ാം സ്ഥാനം എന്തോ ആണ്. അപ്പം എല്ലാ ഓവറും എറിഞ്ഞിരുന്നെങ്കിലും അപ്പൊ ഇന്നും 3 വിക്കറ്റ് തള്ളിയിട്ടു. ഹർഷദീപ് സിംഗ് ഇന്ന് തിരിച്ചു വന്നു. മറ്റവനെ മാറ്റിയിട്ടുണ്ട്, കുൽദീപിനെ മാറ്റിക്കൊണ്ട് ഹർഷദീപ് സിംഗ് വന്നു. 22 റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് വിക്കറ്റ് ഒന്നും ഹർഷദീപ് സിംഗിന് കിട്ടില്ല. ബുംറ കിട്ടില്ലമായിട്ട് എറിഞ്ഞു 17 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 1 വിക്കറ്റ്. മനസ്സിലായോ? വാഷിംഗ്ടൺ സുന്ദറിന് അതൊരു എക്സ്പെരിമെന്റ് ആയിട്ട് കൊടുത്തായിരുന്നു. 4 ഓവർ 36 റൺസ് അടിയും വാങ്ങിയിട്ടുണ്ട്. ഏറി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുമില്ല. എന്നിട്ട് കേച്ച് എടുത്തു എന്നുള്ളതല്ലാതെ വരുൺ ചക്രവർത്തി അന്നത്തെ കേസ് പറയണ്ടല്ലോ. 3 ഓവറിൽ 16 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 3 വിക്കറ്റ് തള്ളിയിട്ടുണ്ട്. ഹാർദിക് പാണ്ഡ്യ അടി വാങ്ങി. ഹാർദിക് പാണ്ഡ്യ നല്ല അടി വാങ്ങി കേട്ടോ. ഇന്ന് 3 ഓവറിലെ 40 റൺസ് വിട്ടുകൊടുക്കിയാൽ 1 വിക്കറ്റ് കിട്ടി. പിന്നെ അഭിഷേക് ശർമ്മയെ കൊണ്ട് എറിയിപ്പിച്ചു. ശിവൻ ഡൂബ 2 വിക്കറ്റ് തള്ളിയിട്ടു. അപ്പൊ ഇതായിരുന്നു ഇന്ത്യയുടെയും ഇന്ത്യ നെതർലൻഡ് കളിയുടെ ഒരു ചുരുക്കം. അപ്പൊ അങ്ങനെ ഇന്ത്യ 17 റൺസിന് കളി ജയിച്ചു എന്നുള്ളതാണ്. അപ്പോ ഇതിനകത്ത് ഏറ്റവും നമുക്ക് തലവേദനയായിട്ടിരിക്കുന്നത് അഭിഷേക് ശർമ്മയുടെ ആ ഒരു ഫോമില്ലായ്മ എന്ന് പറയാൻ പറ്റത്തില്ല. ഈ പറയുന്ന ഔട്ട് ഓഫ് റൺ എന്ന് പറയാം. ഔട്ട് ഓഫ് ഫോം അല്ല, ഔട്ട് ഓഫ് റൺ എന്ന് പറയാം. റണ്ണ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ജേഴ്സി ഒക്കെ മാറ്റിയിട്ടോണ്ട് അല്ലേ? ജേഴ്സി മാറ്റി ഇട്ടുകൊണ്ട് വന്നിട്ട് പോലും ഒന്നും നടന്നില്ല. നിരന്തരം ടക്കായിക്കൊണ്ടിരിക്കും. 1-2 സിംഗിൾ എടുക്കുന്നതായിരിക്കും ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട്. ഒരു ഓവറിന് സിംഗിൾ ഇട്, അതിനുശേഷം കളി എന്നുള്ളതാണ്. പിന്നെ അഭിഷേക് ശർമ്മയുടെ ആ ഫോം വളരെ വളരെ നമുക്കൊരു തലവേദനയാണ്. അതുമല്ല ഈ 2 ഓപ്പണേഴ്സ് പോകുമ്പോൾ പിന്നെ ആക്സിലറേറ്റ് ചെയ്യാം. പിന്നെ ഒരു 15 ഓവറിന് ശേഷമേ ആക്സിലറേഷൻ നടക്കുന്നുള്ളൂ. പിന്നെ ശിവൻ ഡൂബയൊക്കെ വരണം. ശിവൻ ഡൂബയ്ക്ക് 1-2 ആദ്യത്തെ 2 ബോൾ വളരെ ക്രൂഷ്യലാണ്. ശിവൻ ഡൂബ ഇന്നും ഫസ്റ്റ് ബോൾ അടിച്ചു പൊക്കി വെച്ചു, തട്ടിപ്പൊക്കിയത്. അപ്പം ശിവൻ ഡൂബ വന്നു കഴിഞ്ഞാൽ 2 ബോൾ നിന്ന് ഇല്ലെങ്കിൽ ഔട്ട്. ആ ലെവലിലാണ് ശിവൻ ഡൂബ വരുന്നത്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞാൽ ശിവൻ ഡൂബ അടിച്ചോളും. ശിവൻ ഡൂബ ഈ ഒരു ടൂർണമെന്റ് നല്ല രീതിയിൽ ഫോമിലാണ്, നല്ല രീതിയിൽ ടച്ചിലാണ്, നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്, നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ അവൻ തരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പ്ലസും ഉണ്ട് മൈനസും ഉണ്ട്, ഒരുപാടുണ്ട്. ഈ പറയുന്ന ബൗളിംഗിൽ നല്ല പ്ലസ് ആണ്, എല്ലാവരും ഫോമിലാണ് ബൗളിംഗിൽ. ഓക്കെ, പക്ഷെ 2 വിക്കറ്റ് പോയിട്ടും ഇന്ത്യ ഇത്രയും സ്കോർ എത്തുന്നു. അത് അവസാനം വരുന്നവർ അടിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ ഒരു മിഡിൽ ഓർഡർ വരുമ്പോൾ ആ മിഡിലില് നല്ല രീതിയിൽ സ്കോർ അങ്ങോട്ട് കയറുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായി? ഈ പറയുന്ന അതായത് നമ്മുടെ കിഷാൻ തന്നെ ഉണ്ടെങ്കിലും കിഷാൻ അഭിഷേക് ശർമ്മ ഉണ്ട് അടിച്ചുകൊണ്ടിരിക്കുക. അവന്മാർ ഔട്ടായി കഴിഞ്ഞു. ഇവർ 2 ടപേനെ പോയി കഴിഞ്ഞാൽ തിലക് വർമ്മ ഫസ്റ്റ് ഓവർ തിലക് വർമ്മ വരികയും അതിനുശേഷം സൂര്യകുമാർ യാദവും കുറച്ച് ഈ പറയുന്ന പമ്മിപ്പോക്കാണ്. അത് കുറച്ച് പ്രശ്നങ്ങളാണ്. കാരണം ഇത്രയും ബാറ്റ്സ്മാൻമാരുണ്ട്, അടിച്ചു കളിക്കാമായിരുന്നു. തിലക് വർമ്മ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. തിലക് വർമ്മ അങ്ങോട്ട് നടക്കുന്നില്ല, അങ്ങോട്ട് ഈ പറയുന്ന ടച്ച് കിട്ടുന്നില്ല. തിലക് വർമ്മ മുഖ്യവാരം ഞാൻ മനസ്സിലാക്കുന്നത് അഭിഷേക് ശർമ്മ എന്ന് പറയുന്ന ബാറ്റ്സ്മാൻ ഇനി സൂപ്പർ 8-ലാണ് അവന്റെ തനി ഗുണം കാണിക്കാൻ പോകുന്നത്. അതുമല്ല തിലക് വർമ്മ ഇപ്പൊ ഈ ഒരു പമ്മിപ്പോക്ക് നോക്കണ്ട. നമുക്ക് ഏതെങ്കിലും ചെയ്സ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ തിലക് വർമ്മയെ പോയിട്ടേ കാണത്തുള്ളൂ. മനസ്സിലായോ? ചെയ്സ് ചെയ്യാൻ നേരത്ത് അവൻ കൊട്ടി സിംഗിളൊക്കെ എടുത്ത് സുഖമായിട്ട് അവസാനം ഉണ്ടെങ്കിൽ അത് കുറച്ച് ബോൾ കളിച്ചാലേ അവന് ബാറ്റിൽ കയറുള്ളൂ. അപ്പൊ കുറച്ച് സമയം കിട്ടണം. അപ്പം ഇതാണ് സംഭവം. ഇനി സൂപ്പർ 8-ൽ ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു 22-ാം തീയതി അല്ലേ സൗത്ത് ആഫ്രിക്കയുമായിട്ട്, അന്ന് തൊട്ട് 22-ാം തീയതി തൊട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നമുക്ക് കളി തുടങ്ങാൻ പോകുന്നത്. അതുപോലെ നമുക്കറിയാലോ ഓസ്ട്രേലിയ നമുക്ക് വേണ്ടി കാണാം.
ജയ് ഹിന്ദ്.